2025 കടക്കുമ്പോൾ നരേന്ദ്രമോദി വിരുദ്ധരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു മേഖലയായി മാറുകയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല. നമുക്കറിയാം, മറ്റേതൊരു മേഖലയെക്കാളും സുസ്ഥിര വികസനത്തിന്റെ പാതയിൽ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ആയുധ മേഖലയും പ്രതിരോധ മേഖലയും. ഇന്ത്യയുടെ മിസൈലുകൾ, കപ്പലുകൾ, ആയുധങ്ങൾ, തോക്കുകൾ എന്നിവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിലുള്ള വലിയ ഡിമാൻഡ് തന്നെയാണ് ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ സൂചന. ഇതിനൊക്കെ വഴികാട്ടിയായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആത്മനിർഭരത എന്ന ആശയവും. മോദി സർക്കാർ പ്രതിരോധ മേഖലയിൽ ആസൂത്രണം ചെയ്ത ആത്മനിർഭരത അതിവേഗം കൈവരിക്കുകയാണ് ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങൾ മാത്രമല്ല, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ആയുധങ്ങളും ഇന്ത്യ നിർമ്മിക്കുകയാണ്. 2024 മാത്രം ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത് 1083 കോടി രൂപയുടെ ആയുധങ്ങളാണ്. ആയുധ നിർമ്മാണത്തിൽ അതിവേഗം ആത്മനിർഭരത കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന് ഏകദേശം 1.26 ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് 2024 നിർമ്മിച്ചത് എന്നത് വലിയ ഒരു നേട്ടമാണ്. സ്വദേശത്ത് ആയുധങ്ങളും പ്രതിരോധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന കാര്യത്തിൽ 16.7% ഈ വർഷം ഉണ്ടായ മുന്നേറ്റം. ഇതിൽ 79.2% ഉൽപാദനവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിലാണ്. സ്വകാര്യ മേഖല ബാക്കി 20.8% നിർമ്മിക്കുന്നു. 2029 ഇന്ത്യയിലെ പ്രതിരോധ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെയും ഉൽപാദനം 3 ലക്ഷം കോടി രൂപ ആകണം എന്നതാണ് കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല, നേരത്തെ എല്ലാ ആയുധങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു എന്നത് വലിയ കുതിപ്പ് തന്നെയാണ്. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ NPO മച്ചിനോസ്ട്രോയേനിയയും ചേർന്ന് നിർമ്മിക്കുന്ന ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന, കരയിലും കടലിലും ആകാശത്തു നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിനും വലിയ ഡിമാൻഡാണ്. നിരവധി ഏഷ്യൻ രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലിന് ക്യൂ നിൽക്കുകയാണ്. ഫിലിപ്പൈൻസ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ ബ്രഹ്മോസിന്റെ ആവശ്യക്കാരാണ്. ഈ വർഷം മാത്രം കേന്ദ്ര സർക്കാർ സ്വദേശത്ത് നിർമ്മിക്കേണ്ട നിർണായക പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റിൽ 346 പുതിയ ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒട്ടാകെ 4996 പ്രതിരോധ ആയുധ ഇനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്. ഇതിൽ 2972 ഇനങ്ങൾ മാത്രം 3400 കോടി രൂപ വിലയുള്ളതാണ്. ആയുധ സംവിധാനങ്ങൾ, സെൻസറുകൾ, പ്രതിരോധ ഉപകരണങ്ങളുടെ സുപ്രധാന ഘടകങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളുടെ മേലുള്ള ആശ്രിതത്വം അവസാനിപ്പിക്കുക എന്നതിന് പ്രതിരോധ മന്ത്രാലയം പ്രത്യേകം ഊന്നൽ നൽകുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ, പ്രത്യേകിച്ചും എയ്റോസ്പേസ്, ആയുധങ്ങൾ എന്നീ രംഗങ്ങളിൽ. എന്തായാലും കൃത്യമായി സ്പോട്ടിലെത്തി നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾ ക്യൂവിലാണ്. ഫിലിപ്പൈൻസ് 2022 $30.75 കോടി ബ്രഹ്മോസ് മിസൈൽ വാങ്ങിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ വിയറ്റ്നാം $70 കോടി വമ്പൻ ബ്രഹ്മോസ് മിസൈൽ കരാറിന് ഒരുങ്ങുകയാണ്. ഇനി അന്തിമ കരാർ മാത്രമേ ഒപ്പുവെക്കാനുള്ളൂ. പണം നൽകുന്ന വ്യവസ്ഥകൾ, മിസൈൽ നൽകേണ്ട അന്തിമ തീയതി, വില തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിച്ച് വിയറ്റ്നാം കരാർ രേഖ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒപ്പിടും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ കരാറിൽ വലിയൊരു ചുവടുവയ്പായിരിക്കും ബ്രഹ്മോസ് മിസൈൽ കരാർ. പ്രതിരോധ രംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ നിന്ന് സ്വായത്തമാക്കാനും വിയറ്റ്നാമിന് പദ്ധതിയുണ്ട്. ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന, പറപ്പിക്കാൻ ആളുടെ ആവശ്യമില്ലാത്ത, മുങ്ങിക്കപ്പലിൽ നിന്നോ കരയിൽ നിന്നോ വിമാനങ്ങളിൽ നിന്നോ തൊടുക്കാവുന്ന ഈ മിസൈലിന് 400 കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് വരെ സ്ഫോടനമുണ്ടാക്കി നാശം വിതയ്ക്കാൻ കഴിവുണ്ട്. ഒരു പ്രദേശത്തെ ഒരു കൂട്ടം പോയിന്റുകൾക്കുള്ളിൽ നാശം വിതയ്ക്കേണ്ട കൃത്യമായ പോയിന്റിലേക്ക് ചെന്ന് പതിച്ച് നാശമുണ്ടാക്കാനുള്ള കഴിവാണ് ബ്രഹ്മോസിനെ ഇത്രയധികം പ്രിയങ്കരമാക്കുന്നത്. മോദിയുടെ ഭരണത്തിൽ ആയുധ കയറ്റുമതി രംഗത്തും ഇന്ത്യ കുതിക്കുകയാണ്. 2024 മാത്രം ഏകദേശം 21,083 കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്തു. സൈന്യവുമായി ബന്ധപ്പെട്ട പ്രതിരോധ മേഖല തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ വിജയം കൈവരിച്ച ഇടം. ഒരു രാജ്യത്ത് പ്രതിരോധ സാമഗ്രികളുടെ ഇറക്കുമതി വെറും 11% എന്ന് പറയുമ്പോൾ അത് ആ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല എത്രമാത്രം ശക്തമാണ് എന്ന് മനസ്സിലാക്കിക്കുന്ന ഒരു കണക്കാണ്. പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ $5 ബില്യൺ, 5ാം തലമുറയിൽപ്പെട്ട പോർ വിമാനങ്ങൾ, ഇതൊക്കെയാണ് മോദി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മോദി സർക്കാരിന്റെ കീഴിൽ രാജ്യം കൈവരിച്ച അനവധി നേട്ടങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം പ്രതിരോധ മേഖല തന്നെയാണ്. പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയിൽ വരുന്ന 5 വർഷത്തിനുള്ളിൽ $5 ബില്യൺ ആക്കാനുള്ള ആ പ്രയാണത്തിൽ തന്നെയാണ് രാജ്യം. ആ പ്രയാണം ശരിയായ പാതയിൽ നിന്ന് തന്നെയാണ് എന്ന് നമുക്ക് ഇപ്പോഴത്തെ 2024 ഈ കണക്കുകളിൽ നിന്ന് ഒന്നുകൂടി വ്യക്തമാവുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.